യേശു ബന്ധിക്കപ്പെടുന്നു. വ്യാഴാഴ്ച പെസഹ പെരുന്നാളായിരുന്നു. മർക്കോസിന്റെ മാളികയിൽ പാർത്തിരുന്ന വിശുദ്ധ മറിയാമിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. മുമ്പെങ്ങും സംഭവിക്കാത്ത വിധം അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞു. ഒരു കാളരാത്രിയുടെ ഭയാനകത അവൾക്ക് അനുഭവപ്പെട്ടു. അന്തരീക്ഷമാകെ ഒരു ശ്മശാന മൂകത തളം കെട്ടി നിന്നു. വിശുദ്ധ മറിയാം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. തുറന്നിട്ട ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി. എല്ലാ ജീവജാലങ്ങളും സുഖനിദ്രയിലാണ്. രാപ്പാടികളുടെ ശബ്ദം പോലും കേൾക്കാനില്ല. ആകാശത്തിൽ കാണപ്പെട്ട അർദ്ധചന്ദ്രന്റെ മുഖം വിളറിയിരിക്കുന്നു. അകലെ നിന്നും ഒഴുകിയെത്തിയ മേഘങ്ങൾ അതിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങളിൽ പോലും മ്ലാനത ദൃശ്യമായി. അനിഷ്ടമായത് എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അതെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. അങ്ങകലെ യെരുശലേം പട്ടണത്തിലും ഒലിവ് മലയ്ക്കും ഇടയിൽ കെദ്രോൻ തോടിൻ്റെ മറുകരയിലുള്ള ഗെത്സമേൻ തോട്ടം അവ്യക്തമായി കാണാം. വൻമരങ്ങളാൽ നിബിഡമായ ഗെത്സമേൻ അരണ്ട നിലാവിൽ ഒരു ദുർബോധത്തെ പോലെ തല ഉയർത്തി നിൽക്കുന്നു. യേശു പലപ്പോഴും രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകാറുള്ള ഗെത്സമേൻ തോട്ടത്തിലേക്ക് നോക്കി നിശ്ചലയായി നിമിഷങ്ങളോളം വിശുദ്ധ മറിയാം നിന്നു. മിന്നാമിനുങ്ങുകളാണെന്ന് തോന്നിക്കത്തക്ക വിധം നേരിയ പ്രകാശ ബിന്ദുക്കൾ യഹോശാഫത്ത് താഴ്വരയിലൂടെ ഗെത്സമനിയിലേക്ക് മെല്ലെ നീങ്ങുന്നു. ക്രമേണ അവയുടെ എണ്ണം കൂടിക്കൂടി വന്നു. മിന്നാമിനുങ്ങുകളല്ല, ജ്വലിക്കുന്ന പന്തങ്ങളും ദീപയഷ്ടികളുമാണ് അവയെന്ന് വ്യക്തമായി. പലയിടത്തു നിന്നും വന്ന തീപ്പന്തങ്ങൾ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നു. അതുവരെ സമ്പൂർണ്ണ നിശബ്ദതയിലായിരുന്ന അവിടെ നിന്ന് ജനക്കൂട്ടത്തിൻ്റെ അട്ടഹാസ്യങ്ങളും ആരവങ്ങളും ഉയർന്നു. ഈന്തപ്പനകളിൽ ചേക്കേറിയിരുന്ന കടവാവലുകൾ ഗെത്സമേന മുകളിലൂടെ വട്ടമിട്ടു പറന്നു. മൂങ്ങകളുടെയും പാതിരാപ്പുള്ളുകളുടെയും പേടിപ്പെടുത്തുന്ന ശബ്ദം അന്തരീക്ഷമാകെ അലയടിച്ചു. കെദ്രോൻ തോടിൻ്റെ കരയിൽ നിന്ന് നായ്ക്കൾ ഓലിയിടുന്നു. യഹോശാഫാത്ത് താഴ്വരയിലെ വീടുകളിൽ വിളക്കുകൾ തെളിഞ്ഞു. ദീപങ്ങളും ജനങ്ങളുടെ ആരവും ഗെത്സമേനിയിൽ നിന്ന് യെരുശലേം നഗരത്തിലേക്കുള്ള പാതയിലൂടെ അകന്നകന്ന് പോകുന്നത് മറിയാം ശ്രദ്ധിച്ചു. അവ്യക്തമായ നിരവധി ചിന്തകളിലൂടെ വേലിയേറ്റം കൊണ്ട് വിശുദ്ധ മറിയാമിൻ്റെ മനസ്സ് ഇളകി മറിഞ്ഞു. സംശയങ്ങളുടെ നിഴലുകൾ അവളെ അസ്വസ്ഥയാക്കി. ലോകം മുഴുവനും ഉറങ്ങുന്ന ഈ യാമങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അരണ്ട വെളിച്ചത്തിൽ അങ്ങകല് നടന്നതൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഭീകരന്മാരായ കൊള്ളക്കാരെയോ കള്ളന്മാരെയോ പിടികൂടിയതായിരിക്കാം, മറിയാം ചിന്തിച്ചു. അടുത്ത നിമിഷം മറ്റൊരു ചിന്താസരണിയിലേക്ക് അവളുടെ മനസ്സ് വഴുതി വീണു. എൻ്റെ മകൻ യേശു രാത്രികാലങ്ങളിൽ ഗെത്സമേനയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവൻ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ? പലർക്കും അവനോട് അസൂയയും വിദ്വേഷവും ഉണ്ടെന്ന് ഓശാന ദിവസം ചിലരുടെ സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതാണല്ലോ. ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും തോമസും ശരീരബലം കൊണ്ട് ആരെയും ചെറുത്തു നിൽക്കാൻ തൻ്റെയിടമുള്ള യുവാവായ യൂദാസ്കറിയോത്തെയും ഉൾപ്പെടെയുള്ള വിശ്വസ്തരായ ശിഷ്യന്മാർ കൂടെ ഉള്ളപ്പോൾ അവരുടെ ഗുരുവിന് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. വിശുദ്ധ മറിയാം സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ഉത്കണ്ഠയോടുകൂടി ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ ഓടിക്കിതച്ചു വന്നു. യേശുവിൻ്റെ പ്രിയ ശിഷ്യനും താൻ പുത്രനെ പോലെ സ്നേഹിക്കുന്നവനുമായ യോഹന്നാനായിരുന്നു അത്. അസമയത്ത് സങ്കടത്തോടും പാരിവശ്യത്തോടും കൂടി പാഞ്ഞു വന്ന യോഹന്നാനെ കണ്ടപ്പോൾ മറിയാമിൻ്റെ മനസ്സ് പിടഞ്ഞു. അരുമനാഥനെ റോമാ പടയാളികൾ ബന്ധിച്ചു കൊണ്ടുപോയി എന്ന ഞെട്ടിക്കുന്ന വാർത്ത യോഹന്നാൻ വിശുദ്ധ മാതാവിനെ അറിയിച്ചു. ഇടുത്തി വീണതുപോലുള്ള ഒരു അവസ്ഥാന്തരമായിരുന്നു അത് കേട്ടപ്പോൾ മാതാവിനുണ്ടായത്. തൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റുന്നതായി ആ അമ്മയ്ക്ക് തോന്നി. ആ മാതൃരത്നം കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ട് പുലർച്ചെ വരെ ഒരു വിധത്തിൽ കഴിച്ചുകൂട്ടി. വിസ്താരവും വിധിയും. വെള്ളിയാഴ്ച പ്രഭാതമായപ്പോൾ വിശുദ്ധ മറിയാം യോഹന്നാനോടും ഏതാനും സ്ത്രീകളോടുമൊപ്പം പ്രധാന ആചാര്യനായ കയ്യാപ്പാവിൻ്റെ അരമനയിലെത്തി.
കൈകൾ രണ്ടും ബന്ധിക്കപ്പെട്ട നിലയിൽ പടയാളികളുടെ കാവലിൽ യേശുവിനെ അവിടെ കൊണ്ടുവന്നിരുന്നു. തലേന്നു രാത്രിയിൽ നടന്ന ബന്ധനവും തുടർന്നുണ്ടായ ദണ്ഡനവും മൂലം തൻ്റെ മകൻ ശാരീരികവും മാനസികവുമായി അനുഭവിച്ച യാതനകൾ ഓർത്ത് മാതാവ് ദുഃഖിച്ചു. കൗശലക്കാരായ സന്നിധി സംഘാംഗങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ പേരിൽ നിയമവിരുദ്ധമായി കൈക്കൊണ്ട നടപടികളും വിസ്താരമെന്ന പ്രഹസനവും മാതാവ് അതിവേദനയോടെയും സഹിഷ്ണുതയോടെയും വീക്ഷിച്ചു. പീലാത്തോസിന് മുമ്പാകെ ഒരു കുറ്റവാളിയെപ്പോലെ വിനയാന്വിതനായി നിൽക്കുന്ന മകനെ അമ്മ നോക്കി. ചമ്മട്ടിയടിയേറ്റ് പൊട്ടിക്കീറിയ ശരീരവും രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രവും തലയിൽ വെച്ചിരിക്കുന്ന മുൾക്കിരീടവും കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയ കൈകളും കണ്ടപ്പോൾ മാതാവിൻ്റെ ഹൃദയം പിടഞ്ഞു. തൻ്റെ പുത്രൻ ഒരു തെറ്റും ചെയ്യാത്തവനായതുകൊണ്ട് പീലാത്തോസിൻ്റെ വിസ്താരവേളയിൽ നിരപരാധിത്വം വെളിപ്പെടുമെന്നും കുറ്റവിമുക്തനാകപ്പെടുമെന്നും വിശുദ്ധ മറിയാം പ്രത്യാശിച്ചു. വിസ്താരം പൂർത്തിയായി, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല, പീലാത്തോസ് പ്രഖ്യാപിച്ചു. മാതാവിന് ആശ്വാസമായി. വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് പീലാത്തോസ് ജനത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവൾക്ക് കുറെ കൂടി പ്രതീക്ഷയായി. നിരപരാധിയായ യേശുവിനെ വിട്ടയക്കുവാനും കൊള്ളക്കാരനും കൊലപാതകയും കൊടും ഭീകരനുമായ ബറാബാസിനെ ക്രൂശിക്കുവാനും ജനക്കൂട്ടം ആവശ്യപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വിശുദ്ധ മറിയം അവിടെ തടിച്ചുകൂടിയ പുരുഷാരത്തിന് നേരെ നോക്കി. നിമിഷങ്ങൾ കടന്നുപോയിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. പരിപൂർണ നിശബ്ദത തളം കെട്ടി നിന്ന ആ നിർണായക നിമിഷത്തിൽ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും കേൾക്കാൻ കഴിയും വിധം ആ അമ്മയുടെ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം ഉയർന്നു വന്നു. 4 നാൾ മുമ്പ് ഓശാന പാടിക്കൊണ്ട് യെരുശലേം നഗരവീഥിയിലൂടെ രാജകീയ വരവേൽപ്പ് നൽകിയ യേശുവിനെ ആദരിച്ച സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഇപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ത്? അവൻ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച ലാസറും യേശു മൂലം മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയ യായിറോസും സൗഖ്യം ലഭിച്ച കുഷ്ഠരോഗികളും തളർവാദക്കാരും കാഴ്ച ലഭിച്ച അന്ധന്മാരും ഈ നിർണായക നിമിഷത്തിൽ അവരുടെ രക്ഷകനെ രക്ഷിക്കാൻ എത്തുകയില്ലേ? നിറഞ്ഞ കണ്ണുകളോടെ ആ അമ്മ അവിടെ തടിച്ചുകൂടിയ ഓരോരുത്തരെയും ദയനീയമായി നോക്കി. പക്ഷെ ആരും തന്നെ കണ്ടതായി പോലും ഭാവിച്ചില്ല. ആർക്കും യാതൊരു ഛേദവും ഇല്ലാത്ത ഉപകാരമായിരുന്നു യേശുവിനെ വിട്ടയക്കുമെന്ന് പീലാത്തോസിനോട് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എങ്കിൽ നിരപരാധിയായ എൻ്റെ മകൻ കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ആ സ്വാധി വെറുതെ മനസ്സിൽ മോഹിച്ചുപോയി. ന്യായാസനത്തിന് മുമ്പാകെ നിന്ന പ്രധാന ആചാര്യന്മാർ ജനത്തോട് ആംഗ്യഭാഷയിൽ എന്തോ ആവശ്യപ്പെടുന്നതും അറിയാൻ കണ്ടു. യേശുവിനെ മോചിപ്പിക്കണമെന്ന് അവർ ജനത്തെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാവാം, മാതാവ് ചിന്തിച്ചു. പെട്ടെന്നാണ് അതുവരെ തളം കെട്ടി നിന്ന നിശബ്ദതയെ തകർത്തുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ പോലെ ആ ശബ്ദം മുഴങ്ങിയത്. യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക. ആ ശബ്ദം കൊടുങ്കാറ്റുപോലെ വിശുദ്ധ മാതാവിൻ്റെ കണ്ണുപുടങ്ങളിൽ ആഞ്ഞടിച്ചു. അനേകം മിന്നൽ പിണരുകൾ ഒരുമിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്നത് പോലെ. നിയന്ത്രിക്കാനാവാത്ത ദുഃഖത്തിൻ്റെ പാരമ്യത്തിൽ കത്തിക്കാളുന്ന തൻ്റെ ഹൃദയം വെന്തുരുകുന്നതായി തോന്നി. തല കറങ്ങുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു, ശരീരമാകെ തളരുന്നത് പോലെ. ഈ അവസരത്തിലും മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകാതിരിക്കാൻ കൂടുതൽ പരിശ്രമിച്ചു. തൻ്റെ ദുഃഖം കണ്ടാൽ അത് സഹിക്കുവാൻ പുത്രന് കഴിഞ്ഞില്ലെങ്കിലോ? അവൾ പരിശുദ്ധാത്മ ശക്തിയാൽ ധൈര്യം കൈവരിച്ചു.